എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ അത്യാവശ്യം ബാഡ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നിയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇതിനൊക്കെ കിട്ടുമെന്നുള്ള നോക്കാം. എന്തെങ്കിലും നല്ലത് കിട്ടുവാണെങ്കിൽ നിങ്ങളെയും കാണിച്ചു തരാം. ഇന്നിപ്പോൾ ദൂരെ എങ്ങും ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നില്ല. നമ്മുടെ വീടിനോടൊക്കെ ചേർന്നുള്ള പ്രദേശത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഒന്ന് കറങ്ങി നോക്കാം എന്തിനൊക്കെ കിട്ടുമെന്നുള്ളത്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് തീക്കാക്കയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് 1-2 പേരൊക്കെ ഇങ്ങനെ പറഞ്ഞ് അറിഞ്ഞു. അപ്പം അതിനെ കിട്ടുമെന്നുള്ളതാണ് മെയിനായിട്ട് നോക്കുന്നത്. തീക്കാക്ക എന്ന് പറയുമ്പം എപ്പോഴും നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നൊരു പക്ഷിയല്ല. വളരെ റെയറായിട്ട് അതിനെ കാണാൻ പറ്റത്തുള്ളൂ. വളരെ മനോഹരമായിട്ടുള്ളൊരു പക്ഷിയാണ്. നമ്മളുടെ ഈ പ്രദേശത്ത് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പക്ഷിയാണ് തീക്കാക്ക. അപ്പം എന്തായാലും അതിനെ കൂടിയൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം. നമ്മുടെ ഈ ഇരട്ടത്തലച്ചയ്ക്ക് ബുൾബുളിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ പോയാലും ഒന്നിനെയും കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ 2 പേര് മുന്നിൽ വരും. എന്നിട്ട് പറയും ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് ഒന്നിനെയും കിട്ടിയില്ലെന്നുള്ള വിഷമം വേണ്ട എന്ന് പറഞ്ഞിട്ട് മുന്നിൽ വന്നിരിക്കും. 2 ഫോട്ടോ എടുക്കും, പോരും. സ്ഥിരം നടക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇന്നും മിക്കവാറും അങ്ങനെ തന്നെ ആകുമെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. ഇതുപോലെ സൈക്കോ ആയിട്ടുള്ളൊരു പൂവ് ഒന്നെങ്കിൽ വിഷുവിന് മുമ്പ് പൂക്കും, അല്ലെങ്കിൽ വിഷു കഴിഞ്ഞിട്ട് പൂക്കും. എന്തായാലും വിഷുവിൻ്റെ സമയത്ത് ആശാനെ കിട്ടാൻ ഇച്ചിരി പാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീക്കാക്കനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു അൽബിസ നിൽപ്പുണ്ട്. അതിൻ്റെ ചില്ലയിൽ ആളിരിപ്പുണ്ട്. കുറച്ചുകൂടി അടുത്ത് വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഫോണിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഇങ്ങനെ ക്യാമറയിൽ കൂടി നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്. ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പക്ഷി തീക്കാക്കയാണെന്ന്. ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും. എത്ര മനോഹരമായിട്ടുള്ളൊരു പക്ഷിയാണ് ഈ തീക്കാക്ക. നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ജീവജാലങ്ങളുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളതും പെടാത്തതുമായിട്ട് ഒട്ടനവധി ജീവജാലങ്ങളുണ്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ളത്. നമ്മൾ പ്രകൃതിയിലേക്കൊക്കെ ഇറങ്ങി നമ്മുടെ ചുറ്റുപാടിനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമാണ് നമ്മുടെ ചുറ്റുപാടും ഇത്രയും മനോഹരമായിട്ടുള്ള ജീവജാലങ്ങളുണ്ടോ എന്നുള്ളത്. ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങി ചുറ്റുപാടിനെയൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ പലതവണയും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സൂചിപ്പിച്ചത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തീക്കാക്കയെ മുൻപ് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. തീക്കാക്കയുടെ മുഴുവൻ വിവരങ്ങൾ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.